Good evening. Am I audible? Hi, Bashir. Hi. അവിടുത്തെ സമയത്ത് എത്തിയ ഐ തിങ്ക് ഇറ്റ്സ് ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ. ഇപ്പം കേൾക്കുന്നുണ്ട്. ഓക്കെ. അവിടുത്തെ സമയത്ത് എത്രയാണ്? ഇവിടെ രാവിലെ 10 മണി. Okay, great. So it's really morning for you and it's evening for us. So, hi. I think നമുക്കൊരു തുടങ്ങാം അല്ലേ? ഇനി ലേറ്റ് ആക്കണം. Okay. So let's start with an introduction. We are from about you. കുറേ ആൾക്കാരുണ്ട്. Let's start with an introduction. Okay. എൻ്റെ പേര് first of all, I would like to thank One Percent Abroad and Murshida for inviting me for this session. എൻ്റെ പേര് മുഹമ്മദ് ബഷീർ. ഞാൻ ഒരു PhD സ്റ്റുഡൻ്റ് ആണ്, PhD കാൻഡിഡേറ്റ് ആണ്. US വരുന്നത് PhD വരുന്നത് 3 സ്റ്റേജസിലാണ്. ഫസ്റ്റ് നമ്മളൊരു പ്രിലിമിനറി സ്റ്റേജ്, പിന്നെ നമ്മൾ PhD കാൻഡിഡസി, പിന്നെ തീസിസ് സബ്മിഷൻ. ഇപ്പം ഞാനിപ്പോൾ കാൻഡിഡസി കഴിഞ്ഞ് തീസിസ് സബ്മിഷനിലേക്ക് നീങ്ങാണ്. ഞാൻ നാട്ടില് കോഴിക്കോട് കൊടുവള്ളി എളൈറ്റിൽ വെട്ടുവള്ളിയാണ് എൻ്റെ സ്ഥലം. പിന്നെ ഞാൻ എൻ്റെ ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ ഞാൻ ബാച്ചിലേഴ്സ് ഇൻ ഫാർമസി, BPharm ആണ് ബാച്ചിലേഴ്സ് ചെയ്തത്. പിന്നെ മാസ്റ്റേഴ്സ് ഇൻ ഫാർമക്കോളജി. അപ്പോൾ മാസ്റ്റേഴ്സ് ചെയ്യുന്ന സമയത്താണ് കുറച്ചുകൂടി റിസർച്ചിലേക്കൊക്കെ ഒരു ഇൻട്രസ്റ്റ് വരുന്നത്. ആദ്യം മുതൽ റിസർച്ചിലൊന്നും അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ള ആളൊന്നല്ലായിരുന്നു. ബൈ ചാൻസ് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് വന്ന് അങ്ങനെ പിന്നെ മാസ്റ്റേഴ്സ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ അവിടെയുള്ള ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യുന്ന ലാബിലുള്ള PhD സ്റ്റുഡൻസ് ഒക്കെ അവരൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ അബ്രോഡിലേക്ക് PhD നോക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് PhD പൊസിഷൻ കിട്ടിയതാണ്. പിന്നെ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, അങ്ങനെ ഒരു ഭയങ്കര ഇതൊന്നും ആയിട്ടുള്ള ആളല്ല. ഒരു ഇൻട്രസ്റ്റിന്റെ ബേസിൽ ഇങ്ങനെ PhDക്ക് അപ്ലൈ ചെയ്ത് പിന്നെ മാസ്റ്റേഴ്സിന്റെ സമയത്ത് തന്നെ കുറച്ചൊരു റിസർച്ച് എക്സ്പീരിയൻസും ഒരു പബ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്തത് ഇങ്ങനെ ഒരു പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. Okay, thank you for that. And in between, I have to ask, is there anyone who doesn't understand Malayalam? Is there anyone? If yes, please comment down. കുറച്ച് പേര് ഇടയ്ക്ക് മലയാളം അറിയാത്ത ആൾക്കാരുണ്ടാവാറുണ്ട്. So if anyone's there, please comment down. If no, we can continue with Malayalam. Okay, ആരുമില്ലാന്ന് തോന്നുന്നു. Okay, thank you for the introduction. അപ്പോ ഇനി നിങ്ങൾ UG അല്ലെങ്കിൽ PG ഒക്കെ ഏത് സബ്ജക്റ്റ് ആയിരുന്നു? Why do you choose this? ഓക്കെ, സോ ഞാൻ പറഞ്ഞത് ഞാൻ അണ്ടർ ഗ്രാജുവേറ്റ് BPharm ആണ്, ഫാർമസി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ എനിക്ക് ഫാർമക്കോളജി അങ്ങനെ ഡ്രഗ് റിസർച്ചിനോടായിരുന്നു കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്ട്. അണ്ടർ ഗ്രാജുവേറ്റ് ചെയ്യുമ്പോൾ ഫാർമക്കോളജി ആയിരുന്നു. ഫാർമക്കോളജി ഈസ് ലൈക്ക് ദ സ്റ്റഡി ഓഫ് ഡ്രഗ്സ് ഓൺ ഹ്യൂമൻ സിസ്റ്റം, ലൈക്ക് ഹൗ ദ ഡ്രഗ്സ് ഇന്ററാക്ട് വിത്ത് യുവർ ഹ്യൂമൻ ബോഡി. സോ ആ ഒരു സബ്ജക്റ്റ് ആയിരുന്നു ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ മാസ്റ്റേഴ്സ് അതിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ മാസ്റ്റേഴ്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ഐ ഗോട്ട് ഇൻ ടു എ ലാബ് ലൈക്ക് who do like very extensive research. Like they were doing neuroscience research, like how sleep and sleep affect your brain development and other neurological diseases. സോ ആ ഒരു ഇത് എനിക്ക് ഭയങ്കര കാച്ചിങ് ആയിരുന്നു. അപ്പൊ അതിൽ ഞാൻ പിന്നെ ഐ തോട്ട് ലൈക്ക് ഐ ഗോ ഫോർ റിസർച്ച്. അങ്ങനെയാണ് കുറച്ചുകൂടി ഒരു റിസർച്ചിലേക്കുള്ള ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്ത് വന്നത്. അങ്ങനെ മാസ്റ്റേഴ്സ് ഒരു ഹാഫ് ആയിരുന്ന സമയത്ത് തന്നെ ഞാൻ ഇങ്ങനെ വിചാരിച്ച എന്തായാലും അബ്രോഡ് യൂണിവേഴ്സിറ്റീസിലേക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ അപ്ലൈ ചെയ്ത് പിന്നെ നമ്മുടെ എൻ്റെ മാസ്റ്റേഴ്സിന്റെ സമയത്തുള്ള മെന്റർ വെരി സപ്പോർട്ടീവ് ആയിരുന്നു. ലൈക്ക് ഹി ഗേവ് മീ വെരി ഗുഡ് റെക്കമെൻഡേഷൻ ലെറ്റേഴ്സ് ആൻഡ് ഹി ഓൾസോ ഹെൽപ്പ് മീ ടു ഗെറ്റ് റെക്കമെൻഡേഷൻ ലെറ്റർ ഫ്രം ഹിസ് ഫ്രണ്ട്സ്. സോ അതൊക്കെ എന്നെ നന്നായി ഹെൽപ്പ് ചെയ്തു. ലൈക്ക് അബ്രോഡിലാണെങ്കിൽ ഇപ്പോൾ US അല്ലെങ്കിൽ മറ്റേത് കൺട്രീസിലാണെങ്കിലും റെക്കമെൻഡേഷൻ ലെറ്റേഴ്സ് ഹാവ് ഗോട്ട് എ വെരി ഗുഡ് വാല്യൂ. ലൈക്ക് ചിലപ്പോൾ നിങ്ങളുടെ മാർക്സിനെക്കാട്ടിലും ഇഫ് യു ഹാവ് എ റെക്കമെൻഡേഷൻ ഫ്രം എ വെരി ഗുഡ് പേഴ്സൺ, the chances of getting into is very like it's very high. അപ്പോൾ ഈ റെക്കമെൻഡേഷൻ ലെറ്റേഴ്സ് എന്നെ നന്നായി ഹെൽപ്പ് ചെയ്തു. പിന്നെ ലൈക്ക് മാർക്സ് ഒക്കെ പറയുകയാണെങ്കിൽ ലൈക്ക് ഒരു ഭയങ്കര മാർക്സ് ഒന്നുമില്ല, ഒരു ഓക്കെ മാർക്സ്, പിന്നെ കുറച്ച് റിസർച്ച് എക്സ്പീരിയൻസ്, പിന്നെ ഒരു പബ്ലിക്കേഷൻ. ഈ 3 കാര്യങ്ങളാണ് എന്നെ ഏറ്റവും കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്തത്. Okay, thank you. Okay,
So can you walk us through your applications of എങ്ങനെയാണ് ഈ ഒരു സബ്ജക്ട് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി കൺട്രി ഒക്കെ എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു? ഓക്കെ, ഞാൻ അപ്ലൈ ചെയ്യുന്നത് എന്ന് പറയുന്നത് ഈ കൊറോണന്റെ സെക്കൻഡ് വേവിന്റെ ആ ഒരു സമയത്താണ്. That time it was very hard to get into a position, and finding visa, everything was very tough. So actually how എനിക്ക് ഏറ്റവും കൂടുതൽ വർക്ക് ആയത് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഈ ബ്രെയിൻ റിസർച്ച് അങ്ങനെ ചെയ്യുന്ന പ്രൊഫസേഴ്സിനൊക്കെ ഞാൻ ഇമെയിൽ ചെയ്തു. ഐ റോട്ട് കോൾഡ് ഇമെയിൽസ്. ആക്ച്വലി എൻ്റെ സീനിയേഴ്സ് ആണ് എന്നെ ഇതിൽ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നത്. അവിടെ PhD ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത്. അപ്പൊ ഞാനിങ്ങനെ ഓരോ ആൾക്കാർക്ക് ഇമെയിൽ ചെയ്ത്, അപ്പം അവരിങ്ങനെ ഒരു ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുള്ള അവരിങ്ങനെ കോണ്ടാക്ട് ചെയ്തു, ദേ ഹാവ് ആൻ ഓപ്പണിംഗ്. അപ്പൊ എന്നോട് അതിൽ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ അവര് ഞാൻ CV-യും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു. അങ്ങനെ പിന്നെ അവര് ദേ കോൾ മീ ഫോർ എ സൂം ഇന്റർവ്യൂ. അപ്പൊ പിന്നെ അതിൽ അവര് ഓക്കെ ആയിരുന്ന സമയത്ത് അവരെന്നോട് പറഞ്ഞു, ഓക്കെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവരുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അപ്ലൈ ചെയ്തു. അപ്പോഴേക്കാണ് നമ്മുടെ ഈ കൊറോണയുടെ സെക്കൻഡ് ഇത് വരുന്നത്. അപ്പൊ പിന്നെ ഇത് അപ്ലിക്കേഷൻ ഒക്കെ ഇതായി, പക്ഷെങ്കിൽ അവര് ഇൻടേക്ക് ചെയ്യുന്നില്ലായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ ആ സമയത്ത് മറ്റേ ഈ IELTS അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഇത് ഈ ബാനൊക്കെ ഒന്ന് ലിഫ്റ്റ് ആയ സമയത്ത് ഞാൻ വിസക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തു. അങ്ങനെ വന്നതാണ്. ഈ ഒരു പൊസിഷൻ കിട്ടിയതിനു ശേഷം ഞാൻ എന്ത് ചെയ്തു, അതായത് ഈ ഇന്റർവ്യൂ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉറപ്പായി ഇങ്ങനെ കിട്ടും എന്നുള്ളത്. പിന്നെ ഞാൻ ആ ഒരു പ്രോസസ്സിന് വെയിറ്റ് ചെയ്ത് അങ്ങനെ. That was your application process. Okay, what do you think that made you stand out? ഇപ്പൊ കുറെ applicants ഉണ്ടാവുമല്ലോ, കോൾഡ് മെയിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ. So was that your research അല്ലെങ്കിൽ എന്തായിരിക്കും? What do you think that made you stand out? എന്നെ ഏറ്റവും കൂടുതൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്തത് ഒന്ന് എന്റെ റിസർച്ച് എക്സ്പീരിയൻസ് ആണ്. I started doing research towards the end of my bachelor's and throughout my master's. സോ നമ്മൾ ഒരു മാസ്റ്റേഴ്സിന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഇയറിലായിരിക്കും നമുക്ക് റിസർച്ച് പ്രോജക്റ്റ് ഉണ്ടാവുക. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ മാസ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ ബാച്ചിലേഴ്സിന്റെ ടൈമിലാണെങ്കിൽ തന്നെ try to gain some research experience. That will actually very help you a lot, because ഒരു റിസർച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരാളും ഒരു ഹൈ മാർക്കും വിത്തൗട്ട് റിസർച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരാളെക്കാളും ഈ PhD പ്രൊഫസേഴ്സ് അവർ പ്രിഫർ ചെയ്യുക കൈൻഡ് ഓഫ് റിസർച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരാളെയാണ് ഏറ്റവും കൂടുതലായി പ്രിഫർ ചെയ്യുക. കാരണം നമ്മളിപ്പോൾ ഒരു ലാബിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി റിസർച്ച് കണ്ടക്ട് ചെയ്യണമല്ലോ. അപ്പോൾ ഈ റിസർച്ച് ചെയ്യാൻ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളെ എപ്പോഴും ആൾക്കാർ പ്രിഫർ ചെയ്യും. കാരണം അല്ലെങ്കിൽ അവരെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫസ്റ്റ് മുതലേ നിങ്ങളെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ പ്രൊഫസേഴ്സ് ഏറ്റവും കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുക കുറച്ചൊരു റിസർച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. ഇപ്പൊ നിങ്ങളിപ്പോൾ ഒരു മാസ്റ്റേഴ്സ് പ്രോഗ്രാമിലാണെങ്കിൽ ഇപ്പൊ നിങ്ങളെ അവിടെ യൂണിവേഴ്സിറ്റിയിലുള്ള നിങ്ങളിപ്പോൾ ഫസ്റ്റ് ഇയറിലാണെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ട്രൈ ടു ജോയിൻ ഇൻ എ ലാബ് and try to gain some research experience. അത് ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത്. പിന്നെ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ മാസ്റ്റേഴ്സിന്റെ ടൈമിൽ ഒരു ചെറിയ പബ്ലിക്കേഷൻ ഒരു പേരിനെങ്കിലും ഒരു പബ്ലിക്കേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് നിങ്ങളെ വേറെ ലെവലാക്കും. കാരണം ഏറ്റവും കാരണം ഒരു പബ്ലിക്കേഷൻ ഉള്ള ഒരാളും ഒരു പബ്ലിക്കേഷൻ ഇല്ലാത്ത ഒരാളും ഒരു കാൻഡിഡേറ്റും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഒരു പബ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ യു ആർ ഫിറ്റ്, അതാണ് അതിനെ ഇംപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഭയങ്കര ഒരു ഹൈ ഇമ്പാക്ട് ജേർണലൊന്നും പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ചെറിയ ഒരു പേരിനൊരു റിസർച്ച് പബ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ തന്നെ ദാറ്റ് വിൽ ഹെൽപ്പ് യു അലോട്ട്. അപ്പൊ ഈ രണ്ട് ക്വാളിറ്റീസ് ആണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. എനിക്ക് റിസർച്ച് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, ഒരു പബ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മളിങ്ങനെ കോൾഡ് മെയിൽ ഒക്കെ ചെയ്യുമ്പോൾ പല കുട്ടികളും ചോദിക്കാറുണ്ട്, നമ്മൾ ഇപ്പം കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, അതിൽ എന്തൊക്കെയാണ് നിങ്ങൾ പൊതുവെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്? കോൾഡ് മെയിൽ ഒക്കെ ചെയ്യുമ്പോൾ നമ്മളിപ്പോ വലിച്ചു വാരി എഴുതിയിട്ട് കാര്യമില്ല. അത് വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം നമ്മൾ ഒരു കോൾഡ് ഇമെയിൽ എഴുതുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഓക്കെ മൈ നെയിം ഈസ് സോ ആൻഡ് സോ, ഓക്കെ ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ യുവർ ലാബ്, അങ്ങനെ എഴുതാൻ പാടില്ല. നമ്മളൊരു കോൾഡ് മെയിൽ എഴുതുമ്പോൾ ആ ഒരു പ്രൊഫസറെ കുറിച്ച് അവരെ ലാബിനെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യണം. എന്നിട്ട് അതെങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഗോ ടു ഗൂഗിൾ സ്കോളർ. അപ്പൊ അവരെ പേരടിച്ചാൽ അവരെ പബ്ലിക്കേഷൻസ് വരും. അപ്പൊ ആ പബ്ലിക്കേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സോർട്ട് ചെയ്യുക. എന്നിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു 5-6 പബ്ലിക്കേഷൻസ് നോക്കുക. ഈ പബ്ലിക്കേഷൻസിൽ തന്നെ ഈ പ്രൊഫസർ ആയിരിക്കണം അതിന്റെ കറസ്പോണ്ടിങ് ഓതർ.
പ്രൊഫസേഴ്സിനാകുമ്പോൾ ഒത്തിരി കണക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അവർ പല ആൾക്കാരായിട്ട് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ടാവും. പക്ഷെങ്കിൽ അവർ കറസ്പോണ്ടിങ് ഓതർ ആയിട്ടുള്ള പേപ്പറാണ് അവരെ ലാബിൽ ചെയ്യുന്ന വർക്ക്. അപ്പോൾ എല്ലാ പേപ്പറും അവർ ലാബിൽ ചെയ്യുന്ന വർക്ക് ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ അവർ കറസ്പോണ്ടിങ് ഓതർ ആയിട്ടുള്ള പേപ്പേഴ്സ് നോക്കി വെക്കുക. എന്നിട്ട് ആ പേപ്പേഴ്സ് ഒന്ന് വായിക്കുക. അപ്പോൾ അവരെ റിസർച്ച് ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ ഒരു കോൾഡ് ഇമെയിൽ എഴുതുമ്പോൾ നിങ്ങൾ പറയുന്നത് ഓക്കെ, ഐ ഹാവ് കം അക്രോസ് യുവർ വർക്ക് ഇൻ സോ ആൻഡ് സോ ആൻഡ് ഐ തിങ്ക് ഐ ബി ഏബിൾ ടു കോൺട്രിബ്യൂട്ട് ടു യുവർ ദിസ് പാർട്ട് ഓഫ് യുവർ റിസർച്ച്. അങ്ങനെ വേണം ഒരു കോൾഡ് ഇമെയിൽ ചെയ്ത്. അല്ലാതെ നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ അവരോട് എഴുതരുത്. കാരണം നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് അവർക്ക് മനസ്സിലാവും നിങ്ങൾ എന്താണ്, നിങ്ങളൊരു ഗുഡ് കാൻഡിഡേറ്റ് ആണ്, യു ഹാവ് ഡൺ യുവർ ഹോം വർക്ക് ആൻഡ് യു നോ സംതിങ് അബൌട്ട് റിസർച്ച്. അപ്പോൾ ആ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇവരാണ് കറസ്പോണ്ടിങ് ഓതർ ആണെന്ന് എങ്ങനെ മനസ്സിലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു പബ്ലിക്കേഷന്റെ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ ആ ഒരു പബ്ലിക്കേഷനിൽ അവർ എഴുതിയിട്ടുണ്ടാവും. ഒന്നെങ്കിൽ ഏറ്റവും ലാസ്റ്റ് നെയിമാണ് പൊതുവെ എല്ലാ കറസ്പോണ്ടിങ് ഓതേഴ്സും വെക്കുക. അപ്പൊ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ആളായിരിക്കും ആ പേപ്പറിന്റെ കറസ്പോണ്ടിങ് ഓതർ. അത് ഒന്നെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും, പക്ഷെ 90% കേസിൽ ലാസ്റ്റ് ആണ് വെക്കുക. ചില പ്രൊഫസേഴ്സ് അത് മുന്നിൽ വെക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അവരൊന്നെങ്കിൽ എന്തുണ്ടാവും, ഒരു സ്റ്റാർ മാർക്ക് ഇട്ടിട്ടുണ്ടാവും അവരുടെ പേരിന്റെ മുകളിൽ, അല്ലെങ്കിൽ ജേണലിൽ ആ ഒരു അഫിലിയേഷൻസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്, അവിടെ എഴുതിയിട്ടുണ്ടാവും ഓക്കെ ദിസ് പേഴ്സൺ ഈസ് ദ കറസ്പോണ്ടിങ് ഓതർ. അപ്പൊ അവിടെ തന്നെ അവരെ ഇമെയിൽ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഇമെയിൽ അഡ്രസ്സും കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ US-ന്റെ കേസാണ് പറയുന്നത്. US-ലൊക്കെ ഉള്ള ഒരുവിധ എല്ലാ പ്രൊഫസേഴ്സും ഇമെയിൽസിന് റെസ്പോണ്ട് ചെയ്യും. അവർ ജസ്റ്റ് അങ്ങനെ വിട്ട് കളയില്ല, അവർ റെസ്പോണ്ട് ചെയ്യും. അപ്പൊ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക കോൾഡ് ഇമെയിൽസ് എഴുതുമ്പോൾ. ഓക്കെ, താങ്ക് യു. ദാറ്റ് വാസ് ലൈക്ക് റിയലി യൂസ്ഫുൾ. നമ്മളിപ്പോ പലപ്പോഴും നമ്മൾ കോൾഡ് മീൽസിന്റെ കാര്യങ്ങൾ ആൾക്കാർ പറയുന്നുണ്ടെങ്കിലും വാട്ട് ടു കോൺസെൻട്രേറ്റ് നമുക്ക് കിട്ടാറില്ല. താങ്ക് യു ഫോർ ദാറ്റ്. So you told about your application process and things. Can you please walk us through your coursework എങ്ങനെയാണ്? അപ്പൊ ഞാനിരിക്കുന്ന യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഇപ്പൊ ഞങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂറോ ഇമ്മ്യൂൺ ഫാർമക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ അത് മോസ്റ്റ്ലി ഇവിടുത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് എന്നാണ് അതിൽ നിന്നുള്ള ഫണ്ടിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷെ ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത് സീറ്റൺ ഹാൾ യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഇയറിലാണ് നമുക്ക് കൂടുതലായിട്ട് കോഴ്സ് വർക്ക്സ് ഉള്ളത്. അപ്പോൾ ഞാൻ മോളിക്കുലർ ബയോസയൻസ് പ്രോഗ്രാമിലാണ്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നമുക്കൊരു 5 കോർ സബ്ജക്ട്സ് എടുക്കണം. അപ്പോൾ അത് 2 സെമസ്റ്ററിലായിട്ട് നമ്മൾ ആ ഒരു 5 കോർ സബ്ജക്ട്സ് എടുക്കുക, എന്നിട്ട് അതിന്റെ എക്സാം കൊടുക്കുക. പിന്നെ ലാസ്റ്റ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്രിലിമിനറി എക്സാം ഉണ്ടാവും. പ്രിലിമിനറി എക്സാം എന്നാണ് പറയുന്നത്. ഈ 5 കോർ സബ്ജക്ട്സിന്റെയും കൂടെ ഒരു എക്സാം ആണ്. അപ്പൊ ഈ പ്രിലിമിനറി എക്സാം ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് PhD-യിൽ തുടരാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഏറ്റവും ഇത് ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ യൂണിവേഴ്സിറ്റീസിനും ഇത് ഒരേപോലെ ആയിരിക്കണം എന്നില്ല. ചില യൂണിവേഴ്സിറ്റീസിന് മാറ്റമുണ്ടാവും. പക്ഷെങ്കിൽ ഒരു 90% യൂണിവേഴ്സിറ്റീസിനും ലൈക്ക് യു ഹാവ് ടു ടേക്ക് സം കോർ സബ്ജക്ട്സ് ഇൻ ദ ഫസ്റ്റ് ഇയർ ഓഫ് യുവർ പ്രോഗ്രാം ആൻഡ് യു ഹാവ് ടു അപ്പിയർ ഫോർ എ പ്രിലിമിനറി എക്സാം ആൻഡ് വൺസ് യു പാസ് ദ എക്സാം യു ക്യാൻ മൂവ് ടു യുവർ കാൻഡിഡസി. സോ അപ്പൊ ഈ സബ്ജക്ട്സ് എന്ന് പറയുന്നത് അത്ര ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ നാട്ടിൽ നമ്മൾ പഠിക്കുന്ന ആ ഒരു ലെവൽ വെച്ചിട്ട് അത്ര ഹാർഡൊന്നും അല്ല. അപ്പൊ നമുക്കൊക്കെ ഇവിടുന്ന് എന്താ പറയുക, നിങ്ങളൊരു മാസ്റ്റേഴ്സ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തു വന്ന ആളാണെങ്കിൽ ഇറ്റ്സ് വെരി ഈസി ടു ക്രാക്ക് ദിസ് പ്രിലിമിനറി എക്സാം. ഇറ്റ്സ് നോട്ട് വെരി ഹാർഡ്. പിന്നെ നിങ്ങൾ എന്ത് വെച്ചാൽ നിങ്ങൾ കാൻഡിഡസിയിലേക്ക് മാറും. കാൻഡിഡസി എന്ന് പറയുന്നത് ലൈക്ക് അതും ഓരോ യൂണിവേഴ്സിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് ടു റൈറ്റ് എൻ എൻ്റയർ പ്രൊപ്പോസൽ like starting from your aims to your like preliminary findings, conclusion and everything. So you have to write an entire proposal and you have to present it to a committee, and once the committee approves your proposal you become a PhD candidate. അപ്പോൾ ആ ഒരു പിന്നെ നിങ്ങൾ PhD കാൻഡിഡേറ്റ് ആയി. പിന്നെ ഈ കാൻഡിഡസി കഴിഞ്ഞാൽ ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, യു ക്യാൻ ഗോ ഹെഡ് വിത്ത് യുവർ തീസിസ് സബ്മിഷൻ. സോ ഓൺ ആൻ ആവറേജ് യുഎസിലെ PhDs അധികവും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു 4.5 to 5 years എടുക്കും മിനിമം കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പൊ പിന്നെ ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് ചില എലക്റ്റീവ് കോഴ്സസും എടുക്കേണ്ടി വരും കേട്ടോ, എത്തിക്സ് അങ്ങനത്തെ കോഴ്സസ്. Okay, thank you. So, can you talk about the institute? Like, university ആയിക്കോട്ടെ, ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിക്കോട്ടെ, അവിടുത്തെ നമുക്ക് കിട്ടുന്ന എക്സ്പോഷർ ഇസ് ഡിഫറെന്റ് ദാൻ ദ പ്ലേസസ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യ. So, ആ ഒരു ഡിഫറൻസ് എന്ന് പറയാം. ഒരു മെയിൻ ഡിഫറൻസ് ഞാൻ ഇവിടെ US വന്നിട്ട് ഞാൻ ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ,
യു എസിൽ കുറച്ചുകൂടി ഒരു എന്താ പറയുക, യു എസ് ഇസ് എ വെരി ഗുഡ് പ്ലേസ് ടു ഡു റിസർച്ച്. യുനോ റിസർച്ച് ഈസ് ലൈക്ക് വെരി ലൈക്ക് ദ ക്വാളിറ്റി ഓഫ് ദ റിസർച്ച് ഈസ് വെരി ഗുഡ് ഹിയർ. അതാണ് ഞാനൊരു കാര്യം ഇവിടെ ഒന്നുകൂടെ നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നത്. പിന്നെ ഇപ്പം നമ്മുടെ ഒരു ലാബ് കൾച്ചർ ആണെങ്കിൽ തന്നെ അതും ഓരോ ലാബിനനുസരിച്ചിരിക്കും കേട്ടോ. നമ്മളെ ഒരു ലാബിന്റെ കൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ യുനോ ലൈക്ക് യു ഹാവ് ആൻ ഇൻഡിപെൻഡൻസി, ലൈക്ക് പീപ്പിൾ വോണ്ട് ഫോഴ്സ് യു ടു ഡു ഓക്കെ നിങ്ങൾ ഇത് ചെയ്യണം. പക്ഷേ നിങ്ങൾക്ക് നമ്മുടെ ലാബിലാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒരു ഫ്രീഡം ഉണ്ട്. അപ്പോൾ ലൈക്ക് ദ വേ യു വർക്ക്, അപ്പൊ ആ കാര്യത്തിൽ കുറച്ചുകൂടി ഒരു ഫ്രീഡം ഉണ്ട്. പിന്നെ നമുക്ക് പിന്നെ ലൈക്ക് പിന്നെ നമുക്ക് അതായത് മെറ്റീരിയൽസും സാധനങ്ങളൊക്കെ റെഡിലി അവൈലബിൾ ആണ്. സോ ഇപ്പൊ നിങ്ങൾക്കൊരു സാധനം ഓർഡർ ചെയ്യണമെങ്കിൽ യു ഓർഡർ ടുഡേ യു വിൽ ഗെറ്റ് ഇറ്റ് ടുമോറോ. അപ്പൊ നമുക്ക് ആ ഒരു വെയിറ്റ് ടൈം ഒന്നും ഇറ്റ് വോണ്ട് എഫക്ട് ചെയ്യും. അപ്പൊ അതൊരു ഭയങ്കര പ്ലസ് പോയിന്റ് ആണ് യു എസിൽ. ലൈക്ക് ഇപ്പൊ ഞാൻ നാട്ടിൽ നമ്മൾ റിസർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി നമുക്ക് ഒരു സാധനം വാങ്ങണേ തന്നെ നമ്മൾ ഒത്തിരി ലൈക്ക് പ്രൊസീജിയറിലൂടെ കടന്നു പോകണം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമുക്ക് കുറച്ചുകൂടെ ഒരു ഫീസിബിൾ. നമുക്ക് ജസ്റ്റ് പുട്ട് ആൻ ഓർഡർ ആൻഡ് മേ ബി വിത്തിൻ 1 or 2 days യു വിൽ ഗെറ്റ് ഇറ്റ്. അപ്പൊ അതൊരു നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ പ്രൊഫസേഴ്സ് ആണെങ്കിൽ കുറച്ചുകൂടെ ഒരു എന്താ പറയാ, കുറച്ചുകൂടി ഓപ്പൺ ആണ്. പിന്നെ അത്ര ഭയങ്കര സ്ട്രിക്റ്റും കാര്യങ്ങളൊന്നും അല്ല. പക്ഷെങ്കിൽ യു ഹാവ് ടു ഗിവ് യുവർ വർക്ക്. ലൈക്ക് അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു എൻവിറോൺമെന്റിൽ എത്തിയാൽ തന്നെ നമ്മളത് അങ്ങനെ ആയി മാറും. നമ്മൾ എന്താ പറയാ ബെസ്റ്റ് ആയിട്ട് മാറാൻ നമ്മൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. ലൈക്ക് നമ്മൾ ആ ഒരു എന്താ പറയാ കുറച്ച് മടിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു രൂപത്തിലേക്ക് മാറി വരും നമ്മൾ ആ ഒരു എൻവിറോൺമെന്റിനനുസരിച്ച് കേട്ടോ. അപ്പൊ അതാണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത്. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മൾ യൂണിവേഴ്സിറ്റി കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഫണ്ടിങ് നിങ്ങൾ പറഞ്ഞത് ബൈ ദി ഇൻസ്റ്റിറ്റ്യൂട്ട്. അതായത് ഇപ്പൊ നമ്മുടെ പ്രൊഫസറിന് NIH ഫണ്ടിങ് ഉണ്ടാവും ഓരോ പ്രോജക്റ്റിന്. അപ്പൊ അതിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്ര ഒരു പെർസെന്റേജ് ദേ ക്യാൻ ഹയർ PhD സ്റ്റുഡൻസ് ആൻഡ് പോസ്റ്റ് ഡോക്ടറൽ പൊസിഷൻസ്. സോ അതിലൂടെയാണ് നമ്മൾ ഫണ്ട് ചെയ്യുന്നത്. അതും വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കാരണം അത് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിന് അനുസരിച്ചിരിക്കും. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഒരു പ്രൊഫസർ അണ്ടറിൽ വർക്ക് ചെയ്യാൻ വിചാരിക്കുന്ന ആളാണെങ്കിൽ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ലൈക്ക് വാട്ട് ഈസ് ദർ ഫണ്ടിങ് സ്റ്റേറ്റസ്. അപ്പൊ അവർക്ക് ഫണ്ടിങ് ഉണ്ടെങ്കിലാണ് നിങ്ങളെ കാര്യങ്ങൾ കുറച്ചുകൂടെ ഒന്ന് സ്മൂത്ത് ആവുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഇപ്പം പ്രൊഫസറിന് ഫണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് ടു ബിക്കം എ ടീച്ചിങ് അസിസ്റ്റന്റ്. സോ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന്റെ ലാബൊക്കെ ടീച്ച് ചെയ്യണം. അപ്പൊ അങ്ങനെ ആ ഒരു ഇതിൽ നിന്ന് അവർ നിങ്ങളെ സ്റ്റൈപ്പൻഡ് കവർ ചെയ്യും. US മോസ്റ്റ്ലി 2 types ഓഫ് ഫണ്ടിങ് ആണുള്ളത്. ഒന്ന് ടീച്ചിങ് അസിസ്റ്റന്റ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളൊരു റീസെർച്ച് അസിസ്റ്റന്റ് ആയിരിക്കും. റീസെർച്ച് അസിസ്റ്റന്റ് ആണെങ്കിൽ നിങ്ങൾ എല്ലാ ടൈമിലും നിങ്ങളെ ലാബിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങളെ വർക്കും ലാബിന്റെ വർക്കും കൂടെ നിങ്ങൾക്ക് ഒരുമിച്ച് കൊണ്ടുപോകാം. പക്ഷെ നിങ്ങൾ ടീച്ചിങ് അസിസ്റ്റന്റ് ആണെങ്കിൽ യു ഹാവ് ടു ഫൈൻഡ് സം അതർ ടൈം ഫോർ ടീച്ചിങ് ആൻഡ് ടു ഡു യുവർ റിസർച്ച്. സോ ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു ഹാവ് എ റിസർച്ച് അസിസ്റ്റന്റ് റാദർ ദാൻ ടീച്ചിങ് അസിസ്റ്റന്റ്. ഓക്കെ ഓക്കെ, താങ്ക് യു. സോ ഇപ്പൊ നിങ്ങൾ എത്ര വർഷം എവിടെയായിട്ട്? ഐ മീൻ ഞാൻ ഫോർത്ത് ഇയറിലേക്ക് കടന്നു. ഓക്കെ, ഈ ലാസ്റ്റ് ഒരു 4 yearല് what has been most interesting part about your PhD? There must be something. Okay, അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പബ്ലിക്കേഷൻ ഉണ്ടാക്കുമ്പോഴാണ് ഏറ്റവും ഹാപ്പി ആവുന്നത്. നമ്മളൊരു സ്റ്റഡി ചെയ്ത് പിന്നെ അതൊന്ന് പബ്ലിക്കേഷൻ ആയി വരുമ്പോഴാണ് യു ഗെറ്റ് ദ അൾട്ടിമേറ്റ് ഹാപ്പിനെസ്. അപ്പൊ അതാണ് ഒരു one good thing. And the other thing is like you go for conferences, and so you can explore like multiple places. So I have so for in my case, like I have been going to conferences from my first year. So I had been to a lot of places. So that is very good thing. Like, and you get covered for all your travel. So that is one good thing. So at least you can. I usually go for minimum 2 conferences every year. So that is very good. Like you can go to multiple cities, multiple places, and explore things. Yeah, that's very good. But you have to do the work for that. Yeah. So that's the most interesting part. അപ്പോ നിങ്ങൾ ലാബ് കാര്യങ്ങൾ എല്ലാം പറഞ്ഞു. സോ what was something എന്താ നിങ്ങൾ അവിടേക്ക് പോകുന്നതിന് മുന്നേ ആരെങ്കിലും നമ്മുടെ അടുത്ത് പറഞ്ഞു തന്നിരുന്നു എന്ന് തോന്നിയ എന്തെങ്കിലും കാര്യം ഉണ്ടോ? Before going to changing the country or taking a PhD, whatever it is. ലൈക്ക് എങ്ങനെയായിരിക്കും ഇവിടുത്തെ കാര്യങ്ങൾ? അല്ല, whatever something ആരെങ്കിലും എന്തെങ്കിലും അഡ്വൈസ് ചെയ്തിരുന്നു അല്ലെങ്കിൽ അറിഞ്ഞിരുന്നു എന്ന് തോന്നിയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇല്ല, അങ്ങനെയല്ല. ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യുമ്പോൾ തന്നെ ഞാനൊരു ലാബിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഒരു ലാബ് കൾച്ചർ എനിക്ക് അറിയായിരുന്നു. എങ്ങനെയാണ് ഒരു
ലാബ് എന്താ പറയുക, ഒരു നല്ല ഫങ്ഷണൽ ആയ ഒരു ലാബ് എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. പിന്നെ ഞാൻ കൂടുതലായിട്ട് ചെയ്യുന്നത് ആനിമൽ റിസർച്ച് ആണ്. അപ്പോൾ യുനോ ലൈക്ക് ഡ്യൂറിങ് മൈ മാസ്റ്റേഴ്സ് ഐ ഗോട്ട് ദിസ് എക്സ്പീരിയൻസ് ഓഫ് ഡൂയിങ് ആനിമൽ റിസർച്ച്. ആനിമൽ റിസർച്ച് നമ്മൾ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ബേസിക് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യുമ്പോൾ അവിടെയുള്ള PhD ആൾക്കാർ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ യുനോ ദ ട്രാൻസിഷൻ വാസ് വെരി മച്ച് ഈസി ഫോർ മീ. അപ്പോൾ ഈ കാര്യങ്ങൾ എനിക്ക് നേരത്തെ അറിയാവുന്നതുകൊണ്ട് ഇവിടെ വന്നിട്ട് എനിക്ക് ഒത്തിരി ട്രെയിനിങ്ങിന്റെ ആവശ്യമില്ലായിരുന്നു ഈ ആനിമൽ റിസർച്ചിലും കാര്യങ്ങളിലൊന്നും. അപ്പൊ അത് ആദ്യം അറിയുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയി. ഓക്കെ, താങ്ക് യു ഫോർ ദാറ്റ്. ആൻഡ് ഞാനിത് ചോദിച്ചതിലും കൂടുതൽ എന്തെങ്കിലും ഡു യു ഹാവ് ടു സേ സംതിങ്? അപ്പൊ ഞാൻ ചിലപ്പം ചില കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു US ഒരു PhDക്ക് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ, ലെറ്റ് മീ ടെൽ യു ദ കറന്റ് സിനാരിയോ. ലൈക്ക് നിങ്ങൾ ചിലപ്പോൾ ന്യൂസിലോ കണ്ടിട്ടുണ്ടാവും, അതായത് ഇപ്പൊ സ്റ്റുഡന്റ് വിസയൊക്കെ US ഹോൾഡ് ചെയ്തിട്ടാണുള്ളത്. ഇറ്റ് ഡസൻ മീൻ ദാറ്റ് ദേ ആർ നോട്ട് ഗോണ ടേക്ക് ഇന്റർനാഷണൽ സ്റ്റുഡൻസ്. പക്ഷെങ്കിൽ ചെറിയൊരു എന്താ പറയുക, ഒരു ഡിലേ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ നിലവിലുള്ള ഒരു സാഹചര്യത്തിനനുസരിച്ച്. പക്ഷെ ഇതേ സംഭവങ്ങൾ കുറച്ച് മുന്നേയും ഉണ്ടായിട്ടുണ്ട്, പക്ഷെങ്കിൽ അതൊക്കെ പിന്നെ അങ്ങ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പം ഒരു US PhD ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ലൈക്ക് നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കുന്നതിന്റെ തന്നെ ഒരു 6 months മുന്നേ എല്ലാ കാര്യങ്ങളും ഒന്ന് ചെയ്തു തുടങ്ങണം. അപ്പോൾ അതായത് ഈ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ലെങ്തി പ്രൊസീജിയർ. അപ്പോൾ എന്താ പറയുക, നമ്മളൊരു 6 months മുന്നേ ഈ ആപ്ലിക്കേഷൻസും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ടെസ്റ്റ് എഴുതേണ്ടി വരും, IELTS അല്ലെങ്കിൽ TOEFL എഴുതേണ്ടി വരും. പക്ഷെ നിങ്ങളിപ്പോൾ ഒരു ബയോ പ്രോഗ്രാമിന് പോവുകയാണെങ്കിൽ ഇപ്പം നിലവിലുള്ള സാഹചര്യത്തിൽ നിങ്ങൾ GRE എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു റിസർച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂണിവേഴ്സിറ്റിനോട് റിക്വസ്റ്റ് ചെയ്യുന്നത്, അതായത് ഞങ്ങൾക്ക് ഇങ്ങനെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഉണ്ട്, അതുകൊണ്ട് GRE വെയ്വ് ചെയ്ത് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വെയ്വ് ചെയ്ത് തരും. പക്ഷെങ്കിൽ ഇംഗ്ലീഷ് ടെസ്റ്റ് മിക്കവാറും എടുക്കേണ്ടി വരും. പക്ഷെങ്കിൽ ചില യൂണിവേഴ്സിറ്റീസ് ഒക്കെ അതായത് നിങ്ങൾ ഇംഗ്ലീഷ് ടെസ്റ്റിന് പകരം അവർ ജസ്റ്റ് നിങ്ങളൊരു ഇന്റർവ്യൂ എടുത്തിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് ഓക്കെ ആണെങ്കിൽ അവർ എടുക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ വിസ പ്രൊസീജിയറും ടു ഗെറ്റ് എ US visa it's easy, but you have to go through that procedure. So it's a lengthy procedure. So you should be ready to start like before 6 months of your actual plan day. അപ്പൊ അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതന്നെ ഒരു റിസർച്ച് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാന്നുള്ളത്, നിങ്ങൾ അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റിന്റെ ലാസ്റ്റിൽ അല്ലെങ്കിൽ മാസ്റ്റേഴ്സിന്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ആയിട്ട് ഒരു റിസർച്ച് എക്സ്പീരിയൻസ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് അത് നിങ്ങൾ എന്തായാലും ഹെൽപ്പ് ചെയ്യും നിങ്ങൾ ഒരു PhD നോക്കുകയാണെങ്കിൽ. ഇതാണ്. Okay, thank you. I think we can move to the audience. And one thing more, do you have any advice to give? Like നിങ്ങൾ പറഞ്ഞത് ലെങ്തി പ്രോസസ് ആണ്, സമയം എടുക്കും, അതേപോലെ നിങ്ങൾ പറഞ്ഞതിൽ you were doing all the things very cunningly. Like ഇപ്പോൾ പ്രൊഫസേഴ്സിന്റെ റീസെന്റ് വർക്ക്സ് ആണെങ്കിലും അങ്ങനെ എല്ലാ കാര്യങ്ങളും. So do you have any advice to tell these kids who are planning to move it on? ഓക്കെ, നിങ്ങളിപ്പം ഒരു PhDക്ക് വേണ്ടി അബ്രോഡ് മൂവ് ചെയ്യുകയാണെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ഗുഡ് ഡിസിഷൻ. ഫസ്റ്റ് തിങ്, ലൈക്ക് എസ്പെഷ്യലി ഇൻ ബയോ ഏരിയാസിലൊക്കെ ആണെങ്കിൽ US വി ഹാവ് എ ലോട്ട് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ്. അപ്പോൾ നിങ്ങൾ PhD ചെയ്ത് കഴിഞ്ഞാലും ജോബ്സ് കിട്ടാനൊക്കെ കുറച്ചുകൂടെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോഴേ ഇതാവുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതലായി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പബ്ലിക്കേഷൻസ് വായിക്കുക എന്നുള്ളത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പോൾ നമ്മൾ ഈ പബ്ലിക്കേഷൻസ് വായിച്ചാൽ മാത്രമേ നമുക്ക് റിസർച്ച് ഐഡിയാസും എങ്ങനെയാണ് റിസർച്ച് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, ഒരു PhD ആസ്പിരന്റ് ആണെങ്കിൽ ലൈക്ക് ഫ്രം ദ day one you have that decision, you make that decision, start reading papers. So that will help you a lot. അപ്പോൾ നിങ്ങൾക്ക് റിസർച്ച് എക്സ്പീരിയൻസ് കുറവാണെങ്കിലും നിങ്ങൾ പേപ്പർ വായിച്ചു കഴിഞ്ഞാൽ you will have an idea how things work out. അപ്പോൾ എപ്പോഴും ഒരു PhD ആസ്പിരന്റ് ആണെങ്കിൽ യു ഹാവ് ടു സ്റ്റാർട്ട് റീഡിങ് പബ്ലിക്കേഷൻസ്, എസ്പെഷ്യലി ഇൻ യുവർ റിസർച്ച് ഇൻട്രസ്റ്റ്. ഓക്കെ, നിങ്ങൾ റിസർച്ച് ഇൻട്രസ്റ്റിനായിട്ടുള്ള അങ്ങനത്തെ പബ്ലിക്കേഷൻസ് വായിക്കുക എന്നുള്ളതാണ് എനിക്ക് തരാനുള്ള ഒരു അഡ്വൈസ്. Very solid. Okay, that was very solid thing. Thank you for that. Okay, so can we move to the audience right now? If anyone has any doubt, you can ask right now. Let it be about the country, about the course, or the university, or simply about PhD. Please feel free to, drop your questions. And by the way, very thank you. Thank you for being here. If you don't have any questions, please drop down.
യുഎസിൽ 25. ഇത് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ അല്ലേ? Yes, yes, yes. ഇപ്പൊ യുഎസിൽ ഇപ്പം 4 ഇയർ ബാച്ചിലേഴ്സ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് PhDക്ക് കയറാൻ പറ്റുമല്ലോ. സോ ഇപ്പം ഇതുപോലെ ലാബിൽ വരുന്ന റിസർച്ച് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അങ്ങനത്തെ ഡൊമൈൻസ് ആണെങ്കിൽ വുഡ് ദേ പ്രിഫർ സമ്മൺ വിത്ത് എ മാസ്റ്റേഴ്സ് ഓർ ഡയറക്ട്ലി ബാച്ചിലേഴ്സ് ഉള്ളവർക്കുള്ള ചാൻസ് എങ്ങനെയാണ്? പ്രത്യേകിച്ച് ഈ റിസർച്ച് അല്ലെങ്കിൽ ഇതുപോലെ ലാബിലൊക്കെ വരുന്ന റിസർച്ച് ഒക്കെ ആണെങ്കിൽ. അപ്പോൾ മിനിമം റിക്വയർമെന്റ് US PhDക്ക് ഒരു 4 ഇയർ ബാച്ചിലേഴ്സ് ഡിഗ്രി ആണ്. അപ്പോൾ അവരത് കൺസിഡർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ US ഒരു ബാച്ചിലേഴ്സിനെ പോലെയാണ്. അപ്പോൾ US സ്റ്റുഡൻസ് ആണെങ്കിൽ ഇപ്പം ബാച്ചിലേഴ്സ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു റിസർച്ച് ലാബിൽ ജോയിൻ ചെയ്തിട്ട് റിസർച്ച് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ ശ്രമിക്കും അവര്. ഇപ്പൊ നമ്മുടെ ലാബിലാണെങ്കിലും കുറച്ച് അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് വരും റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു ഇത് അവരെ തോട്ട് പ്രോസസ്സിലുണ്ടാവും. ഓക്കെ, ഈ അപ്പൊ അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ള ആൾക്കാർ കുറച്ചൊരു റിസർച്ച് എക്സ്പീരിയൻസിലൂടെ ഉണ്ടെങ്കിൽ അവരെന്തായാലും അത് പ്രിഫർ ചെയ്യും. അപ്പം ഒരു ബാച്ചിലേഴ്സ് ഒരു സ്റ്റുഡൻറ്റും ഉണ്ട്, അതേപോലെ തന്നെ ഒരു മാസ്റ്റേഴ്സ് സ്റ്റുഡൻറ്റും ഉണ്ടെങ്കിൽ ഐ തിങ്ക് ദേ വിൽ ചൂസ് ദ മാസ്റ്റേഴ്സ്. പക്ഷെങ്കിൽ അത് എന്താ പറയാ, ഒരിക്കലും മാൻഡേറ്ററി അല്ല. ഇഫ് യു ഹാവ് എ ബാച്ചിലേഴ്സ് ആൻഡ് ഹാവ് സം റിസർച്ച് എക്സ്പീരിയൻസ്, ഐ തിങ്ക് ദേ വിൽ definitely take you. Okay, thank you. So there is a question: can a PharmD graduate can apply for this? Yes, PharmD ഗ്രാജുവേറ്റ്സ് PhD ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിൽ PharmD എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ക്ലിനിക്കലി ഓറിയന്റഡ് PhD ഒരു സബ്ജക്റ്റ് ആണല്ലോ. അപ്പോൾ there are programs related to PharmD, like you have എപ്പിഡമോളജിയിലൊക്കെ PhD ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു റിസർച്ച് ലാബിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ യു ഷുഡ് ഗെയിൻ സം റിസർച്ച് എക്സ്പീരിയൻസ്. അങ്ങനെയാണെങ്കിൽ PharmDസിനെ അവർ പ്രിഫർ ചെയ്യും. പക്ഷേ PharmDസിന് അവർ ഇത് ക്ലിനിക്കലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒത്തിരി PhDs ഉണ്ട്. Okay, thank you. Do anyone have any more questions? Hi, I'm really curious to know from where you did bachelor's and master's in India, because not all colleges have exposure to research and lab while you're in college. So I was very fortunate to do my bachelor's and master's in JSS College of Pharmacy in Mysore. So like they have a very good toxicology lab over there. So like where they do like research on like they have multiple projects from pharmaceutical companies in India. So I got a chance to join that lab. So that was like a turning point in my life, like where I got like good research experience. And yeah, I know the situation, like there are not every university will have those facilities, but yeah, I got this chance. Yeah. Okay, thank you. Okay, thank you. And do anyone have questions? Please drop down. Groupil message അയക്കുന്നുണ്ട്. Okay, original research paper അല്ലാതെ review paper publication helpful ആണോ? റിവ്യൂ പേപ്പർ പബ്ലിക്കേഷൻസും നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒത്തിരി ബയോ ഇൻഫർമാറ്റിക് സോഫ്റ്റ്വെയർസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ സീക്വൻസിങ് RNA സീക്വൻസിങ് ഡാറ്റാസ് ഒക്കെ പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ളതുണ്ട്. അപ്പൊ നമ്മുടെ ഈ US നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിന്റെ ജീൻ എക്സ്പ്രഷൻ ഓംനിബസ് എന്ന് പറഞ്ഞൊരു പോർട്ടൽ ഉണ്ട്. GEO എന്നാണ് അതിന്റെ പേര്. അപ്പൊ അതിൽ ഈ RNA സീക്വൻസിങ് ഡാറ്റയൊക്കെ പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ ഇത്തരം ഡാറ്റാസ് ഡൗൺലോഡ് ചെയ്തിട്ട് അത് എന്താ പറയുക ബയോ ഇൻഫർമാറ്റിക് സോഫ്റ്റ്വെയറിലിട്ട് അനലൈസ് ചെയ്താൽ യു വിൽ ഗെറ്റ് യു ക്യാൻ ഹാവ് എ ലൈക്ക് റിസർച്ച് പബ്ലിക്കേഷൻ ഓൾസോ. അപ്പോൾ റിവ്യൂ പേപ്പേഴ്സും നന്നായി ഹെൽപ്പ് ചെയ്യും. പക്ഷെങ്കിൽ നിങ്ങൾക്ക് ഒരു റിസർച്ച് പേപ്പർ തന്നെ കാണിക്കണമെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് എ ഗുഡ് സ്ട്രാറ്റജി ടു ഹാവ് എ റിസർച്ച് പബ്ലിക്കേഷൻ. Okay, thank you. And the other question is, how to publish in high-impact journals? Tips എന്തെങ്കിലും ഉണ്ടോ? ഹൈ ഇമ്പാക്ട് ജേണലിൽ പബ്ലിഷ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓക്കെ, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റിസർച്ച് ആയിരിക്കണം. പിന്നെ വെരി ഹൈ ഇമ്പാക്ട് ജേണലിലൊക്കെ പബ്ലിഷ് ചെയ്യണമെങ്കിൽ യു ഷുഡ് ഹാവ് സം ഡേറ്റാസ് ലൈക്ക് സപ്പോർട്ടിങ്. ഇപ്പം ഒരു ബയോ പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ യു ഷുഡ് ഷോ സംതിങ് അറ്റ് മോളിക്കുലർ ലെവൽ,
സെല്ലുലാർ ലെവൽ ആൻഡ് ടിഷ്യൂ ലെവൽ. അപ്പൊ അങ്ങനത്തെ എന്താ പറയാ ഹൈലി സോളിഡ് ആയിട്ടുള്ള റിസർച്ച് ഉണ്ടെങ്കിൽ യു കൻ ഈസിലി പബ്ലിഷ് ഇൻ ഹൈ ഇമ്പാക്ട് ജേണൽ. Okay, thank you. Next question is, can I know? Allah, yeah, speak Allah. നേരത്തെ പറഞ്ഞില്ലേ റിവ്യൂ ലിറ്ററേച്ചറിനെ പറ്റി, അത് ഒന്നുകൂടെ ഒന്ന് വ്യക്തമായിട്ട് പറയുമോ? അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും ഒരു ബയോഇൻഫർമാറ്റ് ആ ഒരു ടൂളിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഓക്കെ, ഞാൻ അതായത് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളാണ്. അപ്പൊ ഞാനിങ്ങനെ ലാബിൽ ജോയിൻ ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ നോക്കുന്ന ഒരാളാണ്. ഞാൻ കമ്പാറ്റബിൾ ആണോന്നും അറിയില്ല ആ ഒരു ഏരിയയിലേക്ക്. എനിക്കൊരു പബ്ലിക്കേഷൻ കിട്ടണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ട്രൈ ചെയ്യേണ്ടി വരുമായിരിക്കും, അല്ലാതെ ഒരു ഒറിജിനൽ റിസർച്ചിന് ടൈം എടുക്കുമായിരിക്കും തോന്നുന്നു. ഇത് ഈ വെബ്സൈറ്റിലുള്ള ഇതൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇപ്പൊ നമ്മള് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ US ഫണ്ടഡ് പ്രോജക്റ്റ് ആണെങ്കിൽ അവര് നമ്മളെ ഈ RNA സീക്വൻസ് ഹോൾ ജീനോം സീക്വൻസിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് എന്ത് ഒരു കാര്യം മാൻഡേറ്റ് ചെയ്തിട്ടുണ്ട്. അവർ ഫണ്ട് ചെയ്യുന്ന പ്രോജക്ട്സിന്റെ സീക്വൻസിങ് ഡാറ്റ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ചെയ്ത് കഴിഞ്ഞാൽ യു ഷുഡ് ഡെപ്പോസിറ്റ് ഇൻ ടു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് വെബ്സൈറ്റ്. അപ്പൊ അതിന്റെ പേരാണ് NISGEO എന്നാണ്. അത് ഞാനിവിടെ ചാറ്റ് ബോക്സിൽ ഇടാത്. അപ്പോൾ അതിലേക്ക് അവര് ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പൊ അത് വൺസ് ദ ഡെപ്പോസിറ്റ് ടു ദാറ്റ് ഇറ്റ് ഈസ് ഓപ്പൺ ടു പബ്ലിക്. അപ്പോൾ അത് ആർക്ക് വേണമെങ്കിലും അത് ഡൗൺലോഡ് ചെയ്ത് അത് ലൈക്ക് they can take it for their research. അപ്പൊ ഇത് ഇങ്ങനെ എടുക്കുന്ന RNA സീക്വൻസിങ് ഡാറ്റ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ ബയോഇൻഫർമാറ്റിക് സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പൊ ഈ ഒത്തിരി ബയോഇൻഫർമാറ്റിക് സോഫ്റ്റ്വെയർ ഉണ്ട്. ഒരു ബയോഇൻഫർമാറ്റിക് സോഫ്റ്റ്വെയറിന്റെ പേര് ഞാൻ ഇതിലിടാം. ഇത് എൻജിനിറ്റി പാത്വേ അനാലിസിസ് എന്നാണ് ഇതിന്റെ പേര്. ഇതൊരു പെയ്ഡ് സോഫ്റ്റ്വെയർ ആണ്. പക്ഷെങ്കിൽ അവര് ഈ എന്താ പറയുക 1 മന്തിനൊക്കെയുള്ള ട്രയൽ വേർഷൻസും തരും. അപ്പൊ നിങ്ങൾക്ക് ഒരു RNA സീക്വൻസിങ് ഡാറ്റ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ ട്രയൽ വേർഷനും എടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ഈ സീക്വൻസിങ് ഡാറ്റ അനലൈസ് ചെയ്തിട്ട് ഒരു ഡിസീസ് കണ്ടീഷനിലാണെങ്കിൽ ഏതൊക്കെ പാത്വേസ് ആണ് ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ജീൻസ് ആണ് ഇതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഇങ്ങനത്തെയൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു പബ്ലിക്കേഷൻ ഒരു പേപ്പർ ഡിസൈൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഈ IP എന്ന് പറയുന്നത് ഒരു പെയ്ഡ് സോഫ്റ്റ്വെയർ ആണ്. പക്ഷെ അതിന്റെ ഒരു 1 വീക്കോ അങ്ങനെയുള്ള ട്രയൽ വേർഷനും അവർ തരും. പിന്നെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ R അല്ലെങ്കിൽ പൈത്തൺ ഈ സോഫ്റ്റ്വെയർ ഒക്കെ വെച്ചിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ഈ സീക്വൻസിങ് ഡാറ്റനെ പാത്വേസ് ഏതൊക്കെ പാത്വേസ് ആണെന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി എന്ത് ഹൗ ടു അനലൈസ് RNA സീക്വൻസിങ് ഡാറ്റ ഇൻ പൈത്തൺ അല്ലെങ്കിൽ R. അപ്പൊ ആറും പൈത്തൺ ഒക്കെ ഫ്രീ സോഫ്റ്റ്വെയർസ് ആണല്ലോ. അപ്പൊ അത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാനും പറ്റും. Okay, thank you. I hope it's clear now. Thank you. So another question is, can I know whether there will be any internships available which is funded, which will be, which will help in getting more ideas before entering to PhD? അത് ഇന്റേൺഷിപ്പ് US കിട്ടുമെന്നാണോ അല്ലെങ്കിൽ നാട്ടില്? ഇപ്പൊ US ഇന്റേൺഷിപ്പ് കിട്ടുക എന്ന് പറയുന്നത് നാട്ടിൽ നമ്മൾ ഒരാൾ ഇവിടെ ഇന്റേൺഷിപ്പിന് മാത്രമായിട്ട് വരിക കുറച്ച് ടഫാണ്. കാരണം ഒന്ന് വിസ കിട്ടാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനത്തെ ബുദ്ധിമുട്ട്സ് ഉണ്ടാവും. പക്ഷെ നാട്ടിലാണെങ്കിലും എനിക്ക് തോന്നുന്നത് ഒത്തിരി ഇന്റേൺഷിപ്സ് ഉണ്ട്. ലൈക്ക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇപ്പൊ നമ്മുടെ CSIRന്റെ ഒക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ഇന്റേൺഷിപ്പ് കോൾ ഓവർ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഇന്റേൺഷിപ്പ് നാട്ടിൽ നിന്ന് ചെയ്തതിൽ അത് നിങ്ങൾക്കൊരു നല്ല റിസർച്ച് എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങളെ CV കാണിക്കാൻ പറ്റും. അപ്പൊ ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് എന്തായാലും നല്ലതായിരിക്കും. Thank you. And the last question I guess, Asta, how to apply and what are the processes from India? നമ്മൾ സംസാരിച്ചുകൊണ്ട് വരുന്നു തോന്നുന്നു. ആദ്യം തന്നെ നമുക്കൊരു PhD എന്താ പറയുക പൊസിഷൻ കിട്ടുക എന്നുള്ളതാണ് ആപ്ലിക്കേഷന്റെ ഫസ്റ്റ് പ്രൊസീജിയർ. അപ്പൊ അത് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ വേസിൽ ചെയ്യാം. ഒന്നെങ്കിൽ യൂണിവേഴ്സിറ്റിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ പ്രൊഫസേഴ്സിനെ കോൺടാക്ട് ചെയ്തിട്ട് അങ്ങനെ അവർ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർ നിങ്ങളെ ഗൈഡ് ചെയ്യും എങ്ങനെയാണ് യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ അതേപോലെ തന്നെ വേറൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ മാസ്റ്റേഴ്സ് ഒക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ you can ask your current professors, like, do you have anyone like who is very active in research, can you recommend me for doing PhD with them? അപ്പൊ അതൊരു നല്ല സ്ട്രാറ്റജി തന്നെയാണ്. അപ്പൊ അവര് നിങ്ങളെ പ്രൊഫസർ തന്നെ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ ഗെറ്റിംഗ് ഇൻ ടു എ പ്രോഗ്രാം വിൽ ബി മച്ച് ഈസിയർ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് ആദ്യം ആക്സെപ്റ്റൻസ് കിട്ടുക എന്നുള്ളതാണ്. പിന്നെയാണ് നമുക്ക് അപ്പൊ അവർ ഇതിനുള്ള ഡോക്യുമെന്റ്സ് നമുക്ക് അയച്ചു തരും. അത് വെച്ച് നമ്മൾ വിസക്ക് അപ്ലൈ ചെയ്യാം. Once your visa is approved, പിന്നെ PhD ആകുമ്പോൾ ഈ വിസ റിജക്ഷൻസ് ഒക്കെ വളരെ കുറവായിരിക്കും. വിസ എന്തായാലും once you get into a program,
യു വിൽ ഗെറ്റ് യുവർ വിസ. പക്ഷെ മാസ്റ്റേഴ്സിനൊക്കെ ആണെങ്കിലാണ് കുറച്ചുകൂടി വിസ റിജക്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളത്. PhD ക്ക് ആകുമ്പോൾ അങ്ങനെ വിസ റിജക്ഷൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. I'm sorry, I was mute. Okay, thank you. And another question is, US grading system എങ്ങനെയാണ്? US ഗ്രേഡിംഗ് സിസ്റ്റം GPA ആണ്. ഓൺ എ 4.0 സ്കെയിലുള്ള GPA ആ സ്കെയിലാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഗ്രേഡിംഗ് ആണെങ്കിലും നമ്മുടെ GPA അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റ് ഒക്കെ വേൾഡ് എഡ്യൂക്കേഷൻ സർവീസിന് വെസ്സിന് അയച്ചു കൊടുത്തിട്ട് അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അത് US ഇതിലേക്ക് കൺവേർട്ട് ചെയ്ത് നമ്മുടെ യൂണിവേഴ്സിറ്റിയിലേക്ക് സബ്മിറ്റ് ചെയ്യും. അപ്പോൾ WASലൂടെ ആയിരിക്കും നമ്മൾ GPA അല്ലെങ്കിൽ ചെയ്യുന്നത്. പിന്നെ ചിലപ്പോൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് അവരെപ്പോഴും പറയും എന്താണെന്ന് വെച്ചാൽ യു ഹാവ് ടു സബ്മിറ്റ് യുവർ ട്രാൻസ്ക്രിപ്റ്റ് ത്രൂ വെസ്സിലൂടെ ആയിരിക്കും അധികം ചെയ്യുക, എല്ലാ യൂണിവേഴ്സിറ്റീസും പ്രിഫർ ചെയ്യുക. Okay, thank you. Do anyone have any more questions? എന്തെങ്കിലും നമുക്ക് പെട്ടെന്ന് ഞാൻ എന്റെ ഇമെയിൽ അഡ്രസ്സും എന്റെ കോൺടാക്ട് ഡീറ്റെയിലും ഞാൻ ഇതിലിടാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യു ക്യാൻ ടെക്സ്റ്റ് മീ ഓർ യു ക്യാൻ റൈറ്റ്. I'll put my email address and phone number. ഞാൻ എന്റെ ഫോണും ഇമെയിൽ അഡ്രസ്സും ഇതിൽ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോ. Okay, and if you are comfortable, you're welcome to our community. There is a community group over 600 members. അപ്പൊ അതിലിങ്ങനെ ആൾക്കാരെ they ask each other things. So yeah, and is there anyone who is not in the group? ഗ്രൂപ്പിന് ലിങ്ക് വേണമെങ്കിൽ ഞാൻ അവിടെ ഷെയർ ചെയ്യാം. Okay. So, okay, there is another question mode. For applying PhD, is there any cut-off grades in masters? അവരൊരു മിനിമം റിക്വയർമെന്റ് വെക്കും. You should have a masters with അവര് GPA സ്കെയിലായിരിക്കും ചിലപ്പോൾ പറയുന്നത്. അപ്പോൾ ഒരു 3.0 GPA ആയിരിക്കും അവർ കട്ട് ഓഫ് വെക്കുക. മിനിമൽ കട്ട് ഓഫ് ആയിരിക്കും, ഒരു ആവറേജ് കട്ട് ഓഫ് അവർ വെക്കുള്ളൂ. ചിലപ്പം എന്താ പറയുക, ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ചിലപ്പോൾ ഹാർവേർഡ് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ കുറച്ചുകൂടെ ഒന്ന് നല്ല GPA വേണ്ടി വരും. പക്ഷേ ഒരു അല്ലാത്ത യൂണിവേഴ്സിറ്റീസ് ഒക്കെ ആണെങ്കിൽ ഒരു 3.0 മതിയാവും. Okay, and another question is, any opportunities for marine related research in your university? നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ ഒരു പ്രോഗ്രാം ഞാൻ കണ്ടിട്ടില്ല. പക്ഷേങ്കിൽ there will be a lot of places, ഓഷ്യനോഗ്രഫി അതെന്തായാലും ഉണ്ടാവും, ഒത്തിരി സ്ഥലങ്ങളിൽ ഉണ്ടാവും. അപ്പൊ യു ജസ്റ്റ് ഗൂഗിൾ ഇറ്റ്, ലൈക്ക് ദിസ് നിങ്ങൾക്ക് ഏത് പ്രോഗ്രാമിലാണോ പെർട്ടിക്കുലർ ആയി ഇൻട്രസ്റ്റഡ് ഉള്ളത്, അപ്പൊ അത് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത US യൂണിവേഴ്സിറ്റീസ് നോക്കിയാൽ അത് കിട്ടും. നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ പ്രോഗ്രാം കണ്ടിട്ടില്ല. Okay, thank you. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ okay. Is there any opportunity for pharmacometrics in your university? അത് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ഒരു എപ്പിഡമോളജി അങ്ങനത്തെ ഏരിയ ആണെന്ന് തോന്നുന്നു. എന്റെ യൂണിവേഴ്സിറ്റിയിലില്ല, പക്ഷെ ഞങ്ങൾ അടുത്ത് തന്നെ ഉള്ള ഒരു റഡ്ഗേഴ്സ് എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി ഉണ്ട്. യു ക്യാൻ ജസ്റ്റ് ഗൂഗിൾ ഇറ്റ്. റഡ്ഗേഴ്സിന്റെ എനിക്ക് തോന്നുന്നത് ഇത് HER ഹെൽത്ത് എക്കണോമിക്സ് റിസർച്ച് അങ്ങനത്തെ ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അത് കണ്ടിട്ട്. അപ്പൊ റഡ്ഗേഴ്സ് യൂണിവേഴ്സിറ്റിയിലുണ്ട് ഈ പ്രോഗ്രാം, റഡ്ഗേഴ്സ് യൂണിവേഴ്സിറ്റി നെവാർക്ക്. Okay. The next question is, will having academic backlogs impact the chance of getting into PhD program? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. നിങ്ങൾ ചിലപ്പം ബാക്ക്ലോഗ്സ് ഉണ്ടാകാൻ പല കാരണങ്ങളും ഉണ്ടാവുമല്ലോ. ഇഫ് യു ഹാവ് അത് മേക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻഡ് പിന്നെ കുറച്ച് നമ്മുടെ CV ഒക്കെ അടിപൊളിയാണെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ ബി എ പ്രോബ്ലം. Thank you. I hope it's clear. Yeah, okay. ഇനി ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? I think no. So yeah, first of all, thank you Bashir for ഞാൻ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്തിട്ടേക്ക് ആളെ എല്ലാം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. Thank you for being here.
Thank you for spending your time and all your information and things. So yeah, thank you all for joining. And any questions in the English, ask away in the group, or you can contact him in the mail. Yeah, thank you all. Thank you for Thank coming. you. Thank you. Bye. You can all leave now.